ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാർട്ടിയാണ് 2020 എന്ന പാർട്ടി. 2020 കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയായ സാബു ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ഓർഗനൈസേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടതും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം നടത്തേണ്ടതുമൊക്കെ കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ നല്ലൊരു വിഷൻ ഉണ്ടാകണം. ആ വിഷന് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. ഈ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജികൾ ഉണ്ടാവണം. ഈ സ്ട്രാറ്റജികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവണം. ഈ സ്ട്രക്ചറിലെ ഓരോ ആളുകൾക്കും കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. അവരത് കൃത്യമായി നിർവഹിക്കുകയും അത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള കൃത്യമായ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ടാവുകയും ഒക്കെ വേണം. ഇങ്ങനെ കൃത്യമായി നടത്തുകയാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ അടുത്ത ലെവലിലേക്ക് കിറ്റെക്സിനെ അദ്ദേഹം എത്തിച്ചത്, അതേ ലെവലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചായത്തിനെയും അടുത്ത ലെവലിലേക്ക് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകാം, വളരെ നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിൽ നടത്തിയ വലിയ ഡെവലപ്മെൻറ്റുകളുടെ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളുടെ ഫലമായി കിഴക്കമ്പലം പഞ്ചായത്ത് 2020 ലഭിക്കുന്നു. അതിനുശേഷം കിഴക്കമ്പലം പഞ്ചായത്തിലുണ്ടായ വളരെ ടാൻജിബിൾ ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ കണ്ടിട്ടായിരിക്കണം അടുത്തുള്ള 2-3 പഞ്ചായത്തുകളിൽ കൂടി അവർക്ക് ഭരണം ലഭിക്കുന്നു. ഐക്കരനാട് പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തിലെ 14 വാർഡുകളും 2020 ജയിച്ചു കയറുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയ കാര്യവും അതുതന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തനാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഒരുപക്ഷെ ജയിക്കും എന്ന് പോലും ആളുകൾ, പല ചാനലുകളും പ്രഡിക്റ്റ് ചെയ്ത സ്ഥാനാർത്ഥിയാണ്. പക്ഷേ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. എന്നാലും അത്യാവശ്യം 41,000-ൽ ചുരുവാനം വോട്ടുകൾ അദ്ദേഹം പിടിക്കുന്നു. ഇപ്പോഴിതാ ലോക്സഭ ഇലക്ഷൻസിലേക്ക് ചാലക്കുടി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2020 സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള പല പഞ്ചായത്തുകളുടെയും ഭരണം കൈയാളുന്നത് 2020 തന്നെയാണ്. ഈ പഞ്ചായത്തുകളിൽ കാര്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉള്ള പാർട്ടി തന്നെയാണ് 2020. ബെന്നി ബെഹനാനാണ് ഇപ്പോൾ, കോൺഗ്രസിൻ്റെ ബെന്നി ബെഹനാനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു ഓപ്പണന്റ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുമുണ്ട്. ഒപ്പം തന്നെ BJPയുടെ വലിയ ഒരു വോട്ട് ബാങ്ക് കൂടിയുണ്ട്. ഇതിനിടയിൽ 2020 പാർട്ടി കൂടി വരുമ്പോൾ കളി ആകെ മാറുന്നു. രസകരമായ കാര്യം, ഇതിനു മുൻപ് അവിടെ ആം ആദ്മി പാർട്ടി മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് ഏകദേശം 36,000-ഓളം വോട്ടുകൾ അന്നവിടെ ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ പലതരത്തിലുള്ള മറ്റ് ചെറിയ ഓർഗനൈസേഷൻസും ഒക്കെ ചാലക്കുടി മണ്ഡലത്തിൽ മുൻപും മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പലതരത്തിലുള്ള വോട്ട് ബാങ്കുകളുണ്ട്. അതുപോലെ 2020യുടെ വോട്ടുണ്ട്, അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വോട്ട് ബാങ്കുകൾ നിലവിലുണ്ട്. ഈ വോട്ട് ബാങ്കുകളൊക്കെ വെച്ച് തീർച്ചയായിട്ടും 2020 ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു കയറുക അത്ര എളുപ്പമാവില്ല. എങ്കിൽ പോലും വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ ശക്തിയാവാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. 2020യുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ ലഭിക്കുമെന്നാണ് നിങ്ങളുടെ പ്രവചനം? നിങ്ങളുടെ പ്രവചനം ഒരു കമൻ്റായിട്ട് ഞങ്ങൾക്ക് എഴുതുക. കറക്റ്റായിട്ടുള്ള പ്രവചനം നടത്തുന്ന ഒരാൾക്ക് ഞങ്ങളുടെ ഒരു വലിയ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അത് ഏകദേശം ഏറ്റവും അടുത്ത് വരുന്ന ഒരാൾക്ക് ആ ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ നൽകുന്നതാണ്. കറക്റ്റായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിൽ പോലും വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഏറ്റവും അടുത്ത് പ്രവചനം നിൽക്കുന്ന, അപ്പം വോട്ടെണ്ണലിന് മുമ്പ് വരെ ഈ പ്രവചനങ്ങൾ നടത്താവുന്നതാണ്. കമൻറ്റുകളായിട്ട് പ്രവചനങ്ങൾ നടത്താൻ ശ്രമിക്കുക. എത്ര വോട്ട് വരെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2020 പാർട്ടിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്?